ഓ അപ്പോൾ ടീം ഓസ്ട്രേലിയ കൺഗ്രാജുലേഷൻസ്. ഇന്ത്യൻ ടീമും നന്നായി കളിച്ചു. ജയവും തോൽവിയൊക്കെ ക്രിക്കറ്റുകളുടെ ഭാഗമാണ്, അതുകൊണ്ട് കുഴപ്പമുള്ള കേസൊന്നുമല്ല. അങ്ങനെയൊക്കെയാണോ? ശരി. നിങ്ങളിപ്പോൾ ഈ വിസയ്ക്ക് നമ്മൾ വിസയിലാണ് ഇന്ത്യക്കാർ ഇവിടെ നിൽക്കുന്നത്. അല്ല, ഇതേപോലെ ഞങ്ങളുടെ BCCI വിചാരിക്കുകയാണ് IPL ഓസ്ട്രേലിയനെ ഒന്ന് ബാൻ ചെയ്യാന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഈ ഗ്രൗണ്ടിൽ കളിക്കണ 11 പേരും ചിലപ്പോൾ നിങ്ങൾ ആരാധകരെ ഇടിക്കും. അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടാവും. പിന്നെ റിക്കി പോണ്ടിങ് പ്രത്യേകം പറഞ്ഞിരുന്നു ക്രിക്കറ്റ് കളി വളരെ മാന്യമായിട്ട് കളിക്കണമെന്ന്. ഞങ്ങളുടെ സിറാജിൻ്റെ അടുത്താണ് പ്രത്യേകം പറയാൻ പറഞ്ഞത്. സിറാജിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ട് ഇനി ബോൾ ചെയ്യാനെങ്ങാനും ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ നിൻ്റെ കയ്യിൽ ബോൾ മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലാണ്ട് നിൻ്റെ കയ്യിൽ സാൻഡ് പേപ്പറോ ബോർഡിൻ്റെ മറ്റേ ഒരു സൈഡ് ഉരച്ചിട്ട് റിവേഴ്സിങ് കിട്ടാനുള്ള വല്ല സാധനം കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടോ നിൻ്റെ ചന്തിമടി ഇടുന്നു പറഞ്ഞിട്ടുണ്ട് പോണ്ടിങ്. അവനോട് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, നിങ്ങളുടെ ഓസ്ട്രേലിയൻ ലെജൻഡിൻ്റെ പേരെന്താ? ഈ ഞങ്ങളുടെ ലെജൻഡ് ഉണ്ട്, സച്ചിൻ, ഗാംഗുലി, യുവരാജ് സിംഗ്, സഹീർ ഖാൻ, അങ്ങനെ കുറേ ഞങ്ങൾക്ക് ലെജൻസിൻ്റെ പേരുണ്ട്. കുംബ്ലെ. അല്ല, നിങ്ങളുടെ ലെജൻഡ് എന്താ ഈ മറ്റേ മുരളീധരനെ വിക്കറ്റിൽ ഓവർടേക്ക് കഴിഞ്ഞ്? ലെജൻഡുകൾ മാതൃകയുണ്ടോ? അങ്ങനെയൊക്കെയാണ് കേട്ടോ. നല്ല കാര്യമാണ്. പിന്നെ ലാസ്റ്റ് മാന്യമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു കാര്യമായിട്ട് പറയാൻ പോണത്, ലാസ്റ്റ് ഒരു ബോളിൽ 6 റൺ ജയിക്കാനുള്ളപ്പോൾ പ്രസിദ്ധ് കൃഷ്ണ നീ ഏത് ബോൾ അറിയാ? ബൗൺസർ ചിലപ്പോൾ ഇങ്ങനെ ഹുക്ക് ചെയ്താൽ ചിലപ്പോൾ 6 ആവില്ലടാ, കുഴപ്പമില്ല. സിറാജ് നീ ഏത് ബോൾ അറിയാ? നല്ല ഓപ്ഷനാണ്, പക്ഷെ ചിലപ്പോൾ എക്സ്ട്രാസ് ആവുന്നതിനും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഉരുട്ടി എറിഞ്ഞിട്ടുള്ള ഒരു ലെജൻഡ് ടീമുണ്ട്. പിന്നെ സാം കോൺസ്റ്റസ്, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിന്നെ പ്രശസ്തരാക്കിയിട്ടുള്ളത് ഓസ്ട്രേലിയൻ മീഡിയ അല്ല കേട്ടാ, ഇന്ത്യൻ മീഡിയയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ. അത് നിന്റെ കഴിവ് കൊണ്ട് മാത്രമല്ല കേട്ടാ. നിന്നെ പോലെ ചെറുപ്രായത്തിൽ ഇന്ത്യയിൽ അവസരം കിട്ടേണ്ട കുറേ എണ്ണം ഇവിടുത്തെ ക്രിക്കറ്റിലെ പൊളിറ്റിക്സ് കാരണം പുറത്തിരിക്കുന്നുണ്ട്. അവർക്ക് നിന്നൊരു മാതൃകയാക്കി അവസരം കിട്ടിയാലോ എന്ന് കരുതിയിട്ടാണ് നിന്നെ വളർത്തിയത്. പക്ഷെ നീ ഒന്ന് തളച്ചപ്പോൾ നിനക്ക് എന്തോ വലിയ സംഭവമായി മാറി. ഇപ്പോൾ ഒന്നും കൊണ്ടിട്ടില്ലല്ലോ ബാറ്റുമേ, ഇത്ര പറയുള്ളൂ. പിന്നെ നീയൊക്കെ തളയ്ക്കുമ്പോൾ നീ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്ത്യൻ ടീമിൻ്റെ അഗ്രഷൻ എന്ന്. കോൺസ്റ്റസേ, ഒന്നുപോലെ നീ ജനിക്കാൻ നേരം വൈകി, അല്ലെങ്കിൽ ആൾ റിട്ടയർഡ് ആയ ശേഷമാണ് നീ കളിക്കാൻ വന്നത്. നിൻ്റെയൊക്കെ മൂത്ത ചേട്ടന്മാരുടെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞു തരും ഒരു ബോളറുടെ അഗ്രഷൻ എന്താണ്. ശ്രീശാന്ത്.